ചേച്ചി വീട്ടിൽ പോകാൻ ഇപ്പോൾ മനസ്സില്ലാത്തത് മിനിക്കാണ്. ദിവസക്കൂലി കിട്ടുന്നത് വെറുതെ അങ്ങനെ അങ്ങ് നിർത്തിപ്പോകാൻ മിനിയെ കിട്ടില്ല. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയെ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ തൃപ്തികരമെന്നും പറഞ്ഞ് ചിരിച്ചു കളിച്ച് പുറത്തേക്ക് വന്നവരാണ്. ആരോഗ്യമന്ത്രിയോടും പിണറായി വിജയനോടും മാപ്പ് പറഞ്ഞ് എത്രയും വേഗം ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചതുമാണ്. എന്നാൽ മിനി അന്തർധാരയിൽ ഇതെങ്ങനെ വീണ്ടും കുളമാക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നും ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടാൽ. അല്ലെങ്കിൽ പിന്നെ അതിനു മുൻപ് MA ബേബിയുടെ പ്രസ്താവനയും B ശിവൻകുട്ടിയുടെ പ്രസ്താവനയും ഒക്കെ തിരഞ്ഞു പിടിച്ച് സമരം അവസാനിപ്പിച്ചു പോകാൻ മനസ്സില്ല എന്നും പറഞ്ഞ് മിനി ഇങ്ങനെ വല്ലാതെ തുള്ളുമോ? ഇത്രയും ദിവസം അവിടെ പട്ടിണി കിടക്കാനും വെയിലും മഴയും ഏറ്റ് റോഡ് വക്കിൽ കിടക്കാനും തല മുട്ടയടിക്കാനും ഒക്കെ മുൻനിരയിൽ നിന്ന സ്ത്രീകളൊക്കെ സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വീടുകളിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ മിനി ഒരാളെയും വീട്ടിൽ പോകാൻ വിടുന്ന ലക്ഷണമില്ല. MA ബേബി പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഇനി ഒന്നും തരാനില്ല എന്നും കേന്ദ്ര സർക്കാരാണ് തരാനുള്ളത് എന്നുമാണ്. ആ ന്യായമൊന്നും അംഗീകരിക്കാൻ ആശമാർ തയ്യാറല്ല. V ശിവൻകുട്ടി രാവിലെ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച് 3 മാസത്തിനകം പരിഹാരം കാണുമെന്നാണ്. അതും പോരാ ആശമാർക്ക്. അങ്ങനെ ഒരുപാട് പഠിക്കാനത് കേരള സിലബസ് ഒന്നും അല്ലല്ലോ എന്നാണ് അവരുടെ പക്ഷം. അപ്പോൾ പിന്നെ സമരം അവസാനിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്ത സ്ഥിതിക്ക് 3 മാസം കേരള സർക്കാർ ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കട്ടെ. അതല്ലേ അതിന്റെ ഒരു ന്യായം? പഠിച്ചു കഴിഞ്ഞ് അവർ ഒരു തീരുമാനത്തിലെത്തിയിട്ട് ആശമാർക്ക് വീട്ടിൽ പോകാൻ അത്യാവശ്യമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പോയാൽ മതി. ഇങ്ങനെ പോയാൽ ആശമാർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് വേരിയിറങ്ങുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കെ മന്ത്രി ശിവൻകുട്ടി ആശമാരുമായി വീണ ജോർജ് ചർച്ച നടത്തിയെന്നും 2 തവണ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയി എന്നും ഇത്രയുമൊക്കെ വീണ ജോർജിനെ പോലെ ഒരു ആരോഗ്യമന്ത്രി ആശമാരുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണെന്നും അഭിപ്രായപ്പെട്ടു. ആശമാരുടെ നിവേദനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സമയബന്ധിതമായി നടപ്പിലാക്കാമെന്നുമുള്ള അവസാന ചർച്ചയിൽ ആശമാരുമായി നല്ല രീതിയിലാണ് പിരിഞ്ഞതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ ഇതൊന്നും കൊണ്ട് സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ ആശമാർ തയ്യാറല്ല. ഇനിയും സെക്രട്ടേറിയറ്റും പൊതുനിരത്തും തിരക്കുമൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയോ എന്നും അറിയില്ല. പട്ടിണി കിടക്കുന്നതും തലമുണ്ഠനം ചെയ്യുന്നതും വീടും കുടിയും ഉപേക്ഷിച്ച് രാത്രിയും പകലൊന്നുമില്ലാതെ കൊതുകുകടിയും കൊണ്ട് ഈ റോഡ് പക്കത്ത് വെയിലും മഴയും ഏറ്റുകിടക്കുന്നതും പാവപ്പെട്ട ഒന്നും അറിയാത്ത ആശാ തൊഴിലാളികളാണല്ലോ. മുന്നിൽ നിന്ന് കൊടി പിടിക്കുന്നവർക്കും മുദ്രാവാക്യം വിളിക്കുന്നവർക്കും ഈ പെടാപ്പാടൊന്നുമില്ല. സന്ധ്യ മയങ്ങിയാൽ വീട്ടിൽ പോകാം. ഭക്ഷണം കഴിച്ച് പതുപതുത്ത കട്ടിലിൽ കിടന്നുറങ്ങി വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കൃത്യം ഓഫീസ് ടൈമിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഹാജരാകാം. വീട്ടിലിരിക്കുന്നതിലും മറ്റെന്തെങ്കിലും തൊഴിലിന് പോകുന്നതിലും കൂടുതൽ കാശ് ഈ പണിക്ക് കാശ് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യാം. ഇനി കുറച്ചുകൂടി അങ്ങ് മൂത്താൽ വേണമെങ്കിൽ നേതാക്കന്മാരുടെ തലമൂത്ത നേതാക്കന്മാരുടെ ഒക്കെ ഇതിന്റെ പേരിൽ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്താലും നഷ്ടമില്ല, കച്ചവടം ലാഭമാണ്. പക്ഷെ അതിനെന്തിനീ പാവപ്പെട്ട ആശമാരെ കൊല്ല ചെയ്യുന്നു നേതാക്കന്മാരെ?